ഡോക്ടർ സെലിൻ, ഈ എ പി വലിയ ശക്തിയായി തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ്? കാരണം നിങ്ങളുടെ നേതാക്കളെല്ലാം തന്നെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം, ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണല്ലോ കെജ്രിവാൾ ഉൾപ്പെടെ. ഇനി ആ പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കെജ്രിവാൾ ഈ കൺവീനർ സ്ഥാനത്ത് നിന്നൊക്കെ ഇനി അങ്ങനെ നിലനിൽക്കാൻ കഴിയുമോ? ആ തെരഞ്ഞെടുപ്പിലെ ക്യാപ്റ്റൻ തന്നെ തോറ്റുപോയില്ലേ? ഒരു ടീം വർക്കില് എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ക്യാപ്റ്റൻ മാത്രമല്ലല്ലോ ഇമ്പോർട്ടന്റ്. സെലിൻ, ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ AAP എന്ന സംവിധാനവുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്? മുൻനിര നേതാക്കളെല്ലാം തോറ്റ് പിന്മാറുകയാണ്. മാത്രവുമല്ല, പലരും ജയിലിലേക്ക് പോകുന്നു. ഞാൻ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് AAP എന്നൊരു സംവിധാനത്തിന് ഇനി നിലനിൽപ്പുണ്ടാവുക? AAP എന്നൊരു സംവിധാനം എന്ന് പറയുന്നത് മറ്റു പാർട്ടികളെ പോലെ ഒരു കേഡർ സിസ്റ്റം ഒന്നും അല്ലല്ലോ. ഇതൊരു മൂവ്മെന്റ് അല്ലേ മാം? അതിന് കിട്ടിയ 10 വർഷത്തെ അവസരം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. 10 വർഷം അദ്ദേഹത്തിന് അവസരം കിട്ടി. 10 വർഷം ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തു. മറ്റു പലരും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്രികകളിൽ മാത്രം അവശേഷിച്ചു. അപ്പൊ കിട്ടിയ സമയം സെർവ് ചെയ്തു. ഇനിയിപ്പോ പ്രതിപക്ഷമായിട്ടിരിക്കാനാണ് അവർക്ക് അവസരം കിട്ടിയെങ്കിൽ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ജനങ്ങൾക്ക് വേണ്ടി വന്ന പാർട്ടി ജനങ്ങളുടെ കൂടെ നിൽക്കും, ജനങ്ങളുടെ വിധി സ്വീകരിക്കും. ഇപ്പൊ സ്വീകരിച്ചതായിട്ടല്ലേ പറഞ്ഞത്. നമ്മൾ മുമ്പോട്ടും അങ്ങനെ തന്നെ പോകും. ഇതുകൊണ്ട് ഒരു മുന്നോട്ട് പോകും എന്നതാണ് പക്ഷേ ആ പ്രതിപക്ഷത്തിരിക്കാൻ പോലും ഡൽഹി ജനത അരവിന്ദ് കെജ്രിവാളിന് മാൻഡേറ്റ് കൊടുത്തില്ല എന്ന് പറയേണ്ടി വരും. അത് വളരെ അത് ശരിയാണ്. അതിന് പക്ഷെ ഒരുപാട് തന്ത്രങ്ങൾ വിനിയോഗിച്ച് ജയിലിൽ അടച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കേരളത്തിൽ അതിനൊരു മറുപടി വേണം. തീർച്ചയായും ഒരു കാര്യം എടുത്തു പറയട്ടെ. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം പോലും വിശ്വസിക്കുകയാണിത്. മനസ്സിലായല്ലോ? നിങ്ങളെ കേസ് കൊണ്ട് നിർവീര്യരാക്കി എന്നാണല്ലോ പറയുന്നത്. ഷോൺ, അതിനൊരു മറുപടി. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത. 3 ടയർ സിസ്റ്റമാണ് നമ്മുടെ ഭരണഘടനയെ, പ്രത്യേകിച്ചും ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയും അതുപോലെ എക്സിക്യൂട്ടീവും ചേർന്ന ഒരു സംവിധാനം. അതിനകത്ത് 2 സിസ്റ്റം മോശമായാൽ 3ാമത്തെ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യും. അതാണ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതാണ്. അതായത് ഏതെങ്കിലും തരത്തിലൊരു ഭരണകൂട ഭീകരതയിലൂടെ ഏതെങ്കിലും വ്യക്തിക്കെതിരെ നിയമപരമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നടപടികളിലൂടെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? അനധികൃതമായ ഒരു വ്യക്തിയെ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ, ഏതെങ്കിലും വ്യക്തി പീഡിപ്പിക്കപ്പെട്ടാൽ അവരെ ജനം തോളിലേറ്റി വോട്ടിലൂടെ തിരികെ കൊണ്ടുവരുന്ന ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. നമുക്കറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമിത്ഷാജി, അതുപോലെ രാജ്നാഥ് സിംഗ്. നിങ്ങളൊരു ചരിത്രം മനസ്സിലാക്കണം. രാജ്നാഥ് സിംഗിന്റെ മാതാവ് മരിച്ചപ്പോ അദ്ദേഹത്തെ ജയിലിൽ നിന്നും പുറത്തുവിടാൻ തയ്യാറാകാത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷെ അവരെ ജനം തോളിലേറ്റി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിസ്ഥാനത്താണ് രാജ്നാഥ് സിംഗ് ഇരിക്കുന്നത്. അപ്പോ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP കൊണ്ടുവന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ അഴിമതിയും അതിനുവേണ്ടി സ്വീകരിച്ച നിലപാടുകളും തെറ്റായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലെ തെളിയിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ പ്രക്രിയയായിരുന്നു ജനാധിപത്യ പ്രക്രിയ, വോട്ട്. ആ വോട്ടിലും ജനം BJP പറഞ്ഞത് ശരിവെച്ചു എന്ന് തെളിയിച്ചുകൊണ്ടല്ലേ 4999 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്താ പറയാൻ കഴിയുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പറയാൻ കഴിയും. ഇനി അവസരങ്ങളുണ്ടല്ലോ. മുമ്പോട്ട് നമ്മൾ വർക്ക് ചെയ്യുമല്ലേ? മുമ്പോട്ട് നോക്കി കാണില്ല. പരാജയപ്പെട്ടവരെല്ലാം പരാജയത്തിൽ നിന്ന് അവിടെ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കെജ്രിവാൾ ഇല്ല. ആ പ്രതിപക്ഷ ഉണ്ടല്ലോ. കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് ഇനി എന്ന് പോകും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. അത് നമുക്ക് അത് കാണേണ്ട കാര്യമല്ലേ മാം? അതിപ്പോ സംഭവിച്ചിട്ടല്ലോ. അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹം ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ ശേഷിയോ ബലമോ കണ്ടുകൊണ്ട് പാർട്ടിയിൽ വന്ന ആളുകളല്ല നിങ്ങളെല്ലാം. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെ നിങ്ങൾക്ക് ലഘൂകരിച്ച് കാണാൻ കഴിയുമോ? ഞാൻ പറയുന്നു, എനിക്ക് പോലും ഒരു കാലത്ത് ഒരു BJP കാരനായി എനിക്ക് ഒരിക്കലും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകനല്ലാത്ത എനിക്ക് പോലും ഒരു കാലത്ത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ബഹുമാനം തോന്നിയിരുന്നു. ഇതുപോലെ ഒരു വ്യക്തി. അപ്പോ ആ വ്യക്തിയിൽ കേന്ദ്രീകൃതമായി രൂപീകൃതമായ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇന്ന് ആ വ്യക്തിയില്ല, ആ വ്യക്തിക്ക് ഇമേജ് ഇല്ല. അദ്ദേഹം ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്നു.
സ്വന്തം നാട്ടിൽ അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് നിന്ന് അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി എന്ത്? സാറേ, ആരോപണമല്ലേ ഉള്ളൂ. ഒരു മഫ്ലറെ ചുറ്റി ചർച്ചകൾ നടക്കും. അല്ല, ആ ആരോപണം ജനം ശരിവെച്ചിരിക്കുന്നു. സ്റ്റൈല് അല്ല, വ്യക്തി വാഹനങ്ങള് പണ്ടല്ലേ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് കേരളത്തിൽ ഇവിടുത്തെ പ്രശ്നമല്ല. ഇവിടുത്തെ നടപടി സ്വീകരിച്ച സർക്കാരിന്റെ ഇവിടെ അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിച്ച സർക്കാരിന്റെ നിലപാടിനെ ജനം ശരിവെച്ചിരിക്കുന്നു. അദ്ദേഹമാക്കിയ ഡൽഹി ജനത, കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച നിലപാടിനെ ശരിവെച്ച് അദ്ദേഹത്തെ ഉൾപ്പെടെ പുറത്താക്കിയിരിക്കുന്നു. അതിനെന്ത് മറുപടി പറയും? സർ, ഇത് ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഒരുപാട് കാരണങ്ങൾ. ഡൽഹിയിലെ ജനങ്ങൾ അവിടെ ഒരു ബേസ് സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. ഞാനത് മനസ്സിലാക്കാൻ അതിശയം വിചാരിച്ചുള്ള മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോ അല്ല, അതിനെ വോട്ടാക്കി മാറ്റിയ അല്ലെങ്കിൽ വോട്ട് വ്യത്യാസം വരുത്താനായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രമങ്ങള് താൽക്കാലികമായിട്ട് വിജയിച്ചു എന്ന് പറയാതെ ഒരു മൂവ്മെന്റ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ മഫ്ലർ മാറി മലിവാളിനെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാതിരുന്ന ഒരു നേതൃത്വമല്ലേ നിങ്ങളുടേത്? ഒരു കാലത്ത് നിങ്ങളുടെ ശബ്ദമായിരുന്ന, നിങ്ങളുടെ വാക്കായിരുന്ന സ്വാതി മലിവാൾ, ആ സ്വാതിയെ പോലും എത്ര കണ്ട് അപഹസിച്ചു. ആ ശീഷ് മഹലിൽ വെച്ച് മുഖ്യമന്ത്രിയും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് സ്വാതി മലിവാളിനെ മർദ്ദിക്കുന്നതടക്കമുള്ള സാഹചര്യം വന്നു. ഒരു വനിതാ പ്രവർത്തകയോട് എങ്ങനെയാണ് ഒരു നേതൃത്വം പെരുമാറിയതെന്ന് നമ്മൾ കണ്ടു. ആ സ്വാതി മലിവാൾ വലിയൊരു ബിംബമായി ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ നിലകൊണ്ടു. പല അഴിമതികളിലും പെട്ടുപോയവരെ എല്ലാം സ്വീകരിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. പൊളിറ്റിക്സ് എന്ന് പറയുമ്പം ഒരു തുറന്ന വാതിലാണ്. അതിലെ കൂടെ കുറെ പേര് ആശയം വിട്ട് പുറത്തോട്ട് പോകും, കുറെ പേര് ആശയത്തിലേക്ക് അട്രാക്റ്റഡ് ആകും. ഇതിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ജനങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ജനങ്ങൾ പിന്നീട് മാറി ചിന്തിക്കും. മനസ്സിലാക്കി മാറി ചിന്തിച്ചതാണ് BJP യുടെ 47 സീറ്റ് നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്.